കേൾവിക്കാർക്ക് ഒട്ടും മനോസരതയില്ലാത്ത വിധം വേദപുസ്തകത്തിലെ നിർമ്മല സത്യങ്ങൾ ഇന്ന് രാത്രി കറതീർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി മഹനീയതലത്തിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ അവതരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിന്റെ തുടർമാനമായ ചിന്തകൾ. ഒന്ന്, അവതരിച്ച ഭുജം. രണ്ട്, നഗ്നമാക്കപ്പെട്ട ഭുജം. അത് യേശുവിന്റെ കാൽവരി ക്രൂശാണ്, വിവരിക്കാൻ സമയം പോരാ. മൂന്ന്, രക്ഷ വരുത്തിയ ഭുജം. എന്തിനാണ് യേശുക്രിസ്തു ഉലകത്തിൽ മാനവ ജനതയ്ക്ക് വേണ്ടി അവതരിച്ചത് എന്നുള്ളതിന്റെ ചില പ്രഖ്യാപനങ്ങൾ, ആശയങ്ങൾ തിരുവെഴുത്തിനെ ആസ്പദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കേൾപ്പിച്ചു. തുടർമാനമായുള്ള ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒന്ന്, മാനവ ജനതയുടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ ശാശ്വതമായ പാപപരിഹാരം നൽകുവാൻ വേണ്ടിയാണ്. രണ്ട്, മനുഷ്യൻ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ. മൂന്ന്, പൈശാചിക അടിമത്ത ചങ്ങലകളെ പൊട്ടിച്ച് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ. നാല്, മനുഷ്യന്റെ മരണഭയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ. അവിടെ നിന്ന് അല്പം ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായി സംവാദിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം ദൈവമക്കൾ കേൾക്കുക. ഈ മുൻപിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം, മക്കളൊക്കെ ശ്രദ്ധിക്കണം. ആ കുഞ്ഞുങ്ങളെ വിളിച്ച് പ്രൈസ് ലോർഡ്. ആ മക്കളെല്ലാം ദൈവത്തെ സൂചിച്ച കരമുയർത്തി ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ആ കൊച്ചു കുഞ്ഞുങ്ങൾ ഓടി നടക്കാൻ അനുവദിക്കാതിരിക്കുക. ആ കുഞ്ഞിനെ അറിയില്ല, മറ്റുള്ളവരുടെ കോൺസെൻട്രേഷൻ മാറും. അതുകൊണ്ടാണ്. പല ടൈപ്പ് മരണങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിയാലുള്ള മരണം, രോഗബാധയാൽ ഉണ്ടാകുന്ന മരണങ്ങൾ. രണ്ട്, അപകട മരണം. വയനാട്ടിൽ 400ഓളം ആളുകൾ, അതിൽ കവിഞ്ഞിരിക്കും, ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പോയിരിക്കും. ബഹുമാനായ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിൽ വന്നതുകൊണ്ട് ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. നാളെയും തുടരും. നിർഭാഗ്യവശാൽ ആണെങ്കിലും ഇനിയും ഡെഡ് ബോഡികൾ കിട്ടും. അപകടകരമായ മരണങ്ങൾ. നെടുമങ്ങാട് പാലോട് റോഡിൽ വഴയിലയിൽ മരമൊടിഞ്ഞു വീണ ഒരു സ്ത്രീ അതിദാരുണമായി മരിച്ചത് നമ്മുടെ അടുത്തല്ലേ നമ്മൾ കണ്ടതാണ്. മൂന്ന്, കുലപാതക മരണം. വെട്ടുകത്തി ജോയ് എന്നറിയപ്പെടുന്ന എന്റെ സ്നേഹം, ഞങ്ങളുടെ സഹശുശ്രൂഷകന്റെ നാട്ടിൽ കല്ലയത്ത്, അദ്ദേഹത്തിന് അറിയാം, ഒരു കൊലപാതക കേസിലെ പ്രതി കഴിഞ്ഞ ദിവസം വെട്ടേറ്റ് മരിച്ചു. കുലപാതക മരണം. നാല്, ആത്മഹത്യാ മരണം. ജീവിച്ചത് മതി എന്നൊക്കെ തോന്നിയിട്ട് കഴിഞ്ഞ രാത്രി പറഞ്ഞ് പൈശാചിക നിർബന്ധത്താൽ, പൈശാചിക പ്രേരണകളാൽ മനുഷ്യൻ ആത്മഹത്യകൾ ചെയ്തു. പല ടൈപ്പിലാണ്. വിഷം കഴിച്ചും. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, 3 ആഴ്ചയ്ക്ക് മുമ്പ് മദ്യപിച്ച് മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച് ഞങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് വീണ സബിദാസ് എന്ന ബ്രദർ ഇന്ന് രാത്രി എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് കരം ഉയർത്താമോ? ആ മനുഷ്യൻ ഇന്ന് യേശുവിനെ ആരാധിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ഇത് നിങ്ങളൊരു സാക്ഷിയാണ്, അത്ഭുത സാക്ഷിയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വൈദിപാസ് പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്നതാണ്. ആത്മഹത്യാ മരണങ്ങൾ. പിന്നെ ഒരു മരണമുണ്ട്, രക്തസാക്ഷി മരണങ്ങൾ. പാർട്ടിക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, ഇസങ്ങൾക്ക് വേണ്ടി, ആചാരാനുഷ്ഠങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മരിക്കുന്നു. രക്തസാക്ഷി മരണങ്ങൾ. എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാത്തൊരു മരണമാണ് മാനവ കുലത്തിന് രക്ഷയ്ക്കായി കാൽവറിയിൽ ഗോൽഗോഥായുടെ മുകളിൽ നടന്നത്. ഒരു വിപ്ലവകാരിയെപ്പോലുള്ള മരണം. ആ മരണം പാപപരിഹാര പ്രായശ്ചിത്ത മരണമായിരുന്നു. ലോകത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടില്ല. മാനവ ജനതയുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി ഒരാൾ ബലിയായി. എന്നാൽ മരണത്തിന് ശേഷം മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അറിയണം. മനുഷ്യരെ ബൈബിൾ 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഒന്ന്,
ദൈവം ഉള്ളവനെന്നും മറ്റൊന്ന് ദൈവം ഇല്ലാത്തവൻ എന്നും. ആരും എന്നോട് പിണങ്ങരുത്, ഞാൻ ബൈബിളിലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കാം. അപ്പോസ്തലൻ യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുണ്ട്, പുത്രനും ഉണ്ട്. അപ്പോൾ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് ദൈവമുണ്ട്, ഉപദേശമില്ലാത്തവർക്ക് ദൈവമില്ല. ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ പെന്തക്കോസ്തിന്റെ ലേബൽ വെച്ചുകൊണ്ട് നിരവധി ന്യൂ ജനറേഷൻ സഭകൾ ഉയർന്നു വരുന്നത് ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. കാരണം ആത്മീക സമൂഹത്തിലുള്ള ആളുകൾ പലരും ഉപദേശ വിഷയത്തിൽ സത്യമറിയാതെ വഴുതി വീഴുകയാണ്. ഉപദേശത്തിന്റെ കാറ്റിനാൽ പലരും ആടി ഉലയുന്ന ശിശുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നിരവധി പ്രാർത്ഥനാ കൂടാരങ്ങൾ പോലുള്ള വലിയ ഹൈടെക് സംവിധാനങ്ങൾ കെട്ടിവെച്ച് പെന്തക്കോസ്തിന്റെ സ്നാനവും പെന്തക്കോസ്തിന്റെ കയ്യടിയും പെന്തക്കോസ്തിന്റെ അന്യഭാഷയും പെന്തക്കോസ്തിന്റെ വസ്ത്രധാരണവും എല്ലാം കോപ്പി അടിച്ച് ഞങ്ങൾക്കുമുണ്ട് അന്യഭാഷ എന്ന് കാണിച്ച് നിങ്ങളുടെ ഇടയിലുള്ളതിനേക്കാളും അത്ഭുതം ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ ഇടയിൽ വന്നാൽ ബിസിനസ് ഡെവലപ്മെന്റ് ആകുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വശീകരിക്കുന്ന പൈശാചിക വെളിച്ചപ്പാടിന്റെ വ്യാപാര ശക്തി ഉറഞ്ഞു തൊള്ളുന്ന, ഒന്നുകൂടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ അധർമ്മമൂർത്തിയുടെ വ്യാപാരം, ഒന്നുകൂടെ പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റിന്റെ വ്യാപാരം ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഏതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ സാധാരണക്കാരെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ഉപദേശങ്ങൾക്ക് അല്പം കൂടെ മായം കലർത്തി പെന്തക്കോസ്ത് സഭകൾക്കകത്ത് പോലും സുവിശേഷകന്മാർ എന്ന് പറയുന്ന പലരെയും പിശാച് കയ്യിലെടുത്ത്, പുസ്തകം പറയുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കും എന്നെഴുതിയിരിക്കുന്നു. പിശാച് നമ്മാനമാടുകയാണ്. അപ്പം വേദപുസ്തകത്തിനകത്ത് അത്ഭുതങ്ങൾക്കല്ല പ്രാധാന്യം. അത്ഭുതം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നാളെ ഇതിന്റെ ബാക്കി എന്റെ സ്നേഹിതനായ കർത്തൃദാസൻ പ്രസംഗിക്കും. അത്ഭുതം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. രോഗസൗഖ്യം മക്കളുടെ അല്പമാണ്. നമ്മൾ കേട്ടില്ലേ അത്ഭുതം? എന്റെ വൈഫിന്റെ ക്യാൻസർ മാറിയത് അത്ഭുതം നടക്കുന്നത്, അത് നമുക്ക് പ്രാധാന്യമല്ല. അത്ഭുതം യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല നടക്കുന്നത്. പൈശാചിക ശക്തിയുടെ അടുക്കൽ പോയാൽ അത്ഭുതം കാണാം. ഏറ്റവും കൂടുതൽ അത്ഭുതം കാണിക്കുന്ന അവനാണ്. ദൈവത്തിനുവിടെ അത്ഭുതങ്ങൾ അടയാളം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വേദപുസ്തകം പഠിച്ചു നോക്ക്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Seek ye first the kingdom of God. മത്തായി 6:33 വായിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണം, അതോടുകൂടി ഇതൊക്കെ കിട്ടും എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന വ്യക്തി മീൻസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഞാൻ സമയത്തിൽ വായിപ്പിക്കുന്നില്ല. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 47 വരെയുള്ള വാക്കുകൾ കാണുന്ന 7 ഫണ്ടമെന്റൽ ഡോക്ട്രൈൻസ് എന്നറിയപ്പെടുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങൾ പാലിക്കുന്ന ഒന്ന് മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവസഭയുടെ ഉപദേശത്തിന്റെ 1-ാമത്തെ ഭാഗം മാനസാന്തരം, 2 വെള്ളത്തിന് മുങ്ങി സ്നാനം, 3 തിരുവെഴുത്തിൻ പ്രകാരം പരിശുദ്ധ ആത്മാവ്, 4 അപ്പം നുറുക്കൽ, 5 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വേർപാട് രക്ഷിക്കുക, 6 കൂട്ടായ്മ, 7 പ്രാർത്ഥന. ഈ ഉപദേശത്തിൽ നിലനിന്ന്, ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെടാൻ തേർഡ് പ്രോസസ്സാണ്. 1 അപ്പോസ്തലർ 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 3 മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ
രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇടയ്ക്ക് പലരും ചോദിക്കുന്നു, സ്നാനപ്പെടാത്ത ചിലർക്കൊക്കെ ഇപ്പം തുള്ളലുണ്ടല്ലോ, അന്യഭാഷ ഉണ്ടല്ലോ. വേദപുസ്തകം പറയുന്നു, വ്യവസ്ഥ പ്രകാരമുള്ള ഔട്ട് ഓഫ് ബൈബിളിലുള്ള ഒരാത്മാവും ദൈവികമല്ല, പൈശാചികമാണെന്ന് നിങ്ങൾ അറിയണം. പൗലോസ് പറയുന്നു, വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ് എന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഞാൻ എടുത്ത സമയത്ത് ഒരു മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കുന്ന പ്രധാന ചുടരിക്കുന്ന മിക്കവാറും പാസ്റ്റർമാരുടെ സഭകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് കൃപയാൽ. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട്, ഈ മത്തമ്പാലയിലും കന്നുവാമൂടും കാരൊക്കെ ഒരുപാട് ഭൂതാത്മാക്കളെ കർത്താവ് മാറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആരുടെ കഴിവല്ല, കർത്താവ് നല്ല കൃപയാണ്. ഈ വരുന്ന മാസം കർത്താവ് അനുവദിച്ച മറ്റു രാജ്യത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഭൂതാത്മാക്കൾ ഉറഞ്ഞാടിയിട്ടുണ്ട്. മഞ്ചവളാകത്തുള്ള ഒരു മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പിശാച് നിന്റെ ഇരിപ്പിട എവിടെയാണ്? പിശാച് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവാണ്, ഇവളെ കൊന്നിട്ടേ പോകുമെന്ന്. അയ്യോ, പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി. ഞാൻ അന്നാണ് കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിന് യേശുവിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് രാത്രി അങ്ങനെ ഒരു കാലത്ത് നിൽക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? സ്നാനം ശരിയല്ലാത്തത് കൊണ്ടാണ്. സ്നാനം ശരിയാകണം. എന്താണ് സ്നാനം? ഉപദേശം അല്പം പറഞ്ഞു വേഗം കർത്താവിന്റെ വരവിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കും വരും. എന്താണ് സ്നാനം? ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് വന്നിരിക്കുന്നത്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ മലയാള അർത്ഥം കുളിക്കുക, മുങ്ങുക, നിമഞ്ജനം ചെയ്യുക എന്നൊക്കെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്നാനത്തിന് പര്യായപദം എഴുതിയിട്ടുണ്ട്. കുളി, നിമഞ്ജനം ചെയ്യൽ, മുങ്ങൽ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്? മത്തായി സുവിശേഷം 3:16 നോട്ട് ചെയ്യുന്നവർ വേഗം നോട്ട് ചെയ്തോളൂ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, വെള്ളത്തിലിറങ്ങിയാണ് സ്നാനം. ഞാൻ മെനിഞ്ഞാന്ന് ആന്ധ്രാപ്രദേശിൽ 5 പേർക്ക് സ്നാനം കൊടുത്തു. വെള്ളത്തിനിറങ്ങി, 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിനിറങ്ങി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 36 മുതൽ ഉള്ള വാക്യങ്ങൾ പറയുന്നു, അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പാസ്റ്റർ ഫിലിപ്പോസ് വിശ്വാസി ഷണ്ണനോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, യേശു ദൈവപുത്രൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തേർന്നിർത്തി ഇരുവരും വെള്ളത്തിലിറങ്ങി. കണ്ടോ, രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. പള്ളിക്കകത്ത് നടക്കുന്നത് സ്നാനമല്ല, അത് മതത്തിന്റെ പഠിപ്പിൽ തെളിയിക്കാൻ പോവുകയാണെന്ന് രാത്രി. സ്നാനം വെള്ളത്തിനകത്ത് നടക്കണം, അതാണ് സ്നാനം. വാട്ട് യു മീൻ ബൈ ബാപ്റ്റിസം? എന്താണ് സ്നാനത്തിന്റെ അർത്ഥം? റോമാലേഖനം 6-ാം അധ്യായം 3-ാമത് വാക്യം, യേശുവിനോട് ചേരുക, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാവുക. ആ പങ്കാളി എന്ന പദമൊക്കെ എടുത്ത് പറയണമെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വേണം. യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുക, യേശുവിനോട് ചേരുക, ഇതാണ് സ്നാനം. ആര് സ്നാനപ്പെടണം? ചോദ്യം ഉത്തരം പറയുകയാണ്. ആരാ ഏത് പ്രായത്തിലുള്ളവർക്ക് സ്നാനം കൊടുക്കാം? പ്രായം പ്രശ്നമല്ല. അപ്പോസ്തലപ്രവൃത്തി 2:38 മാനസാന്തരപ്പെടാൻ പ്രായമായവർക്ക് സ്നാനപ്പെടാം. മർക്കോസ് 16:15 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. വിശ്വസിക്കാൻ പ്രായമായവർക്ക് സ്നാനപ്പെടാം. അപ്പോസ്തലപ്രവൃത്തി 8:39 യേശു ദൈവപുത്രനെന്ന് ഏറ്റു പറഞ്ഞവർക്ക് സ്നാനപ്പെടാം. അപ്പൊ 3 കൂട്ടർക്ക് സ്നാനപ്പെടാം. ഇനി സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പം ഉപദേശിയെന്ന് ചോദിച്ചാൽ മറുപടി, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. യോഹന്നാൻ സുവിശേഷം 3:5, 3:3. ആമേൻ, ആമേൻ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. തീർന്നില്ല. അപ്പം നാമധേയക്കാർ എന്നോട് CSI പള്ളിയിലുള്ള ചില സഹോദരങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ക്രൂശിലെ കള്ള സ്നാനപ്പെട്ടോ? അദ്ദേഹം പോയില്ലേ? അതെ, ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ സ്നാനത്തിന്റെ കൽപ്പന നിലവിലില്ലെന്നറിയണം.
ക്രൂശിലെ കള്ളൻ മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തു ഉയർത്ത് കഴിഞ്ഞപ്പോഴാണ് സ്നാനത്തിന്റെ ഔദ്യോഗിക കൽപ്പന നിലവിൽ വരുന്നത്. അഥവാ സ്നാനത്തിന്റെ കൽപ്പന ഉണ്ടെന്നിരിക്കട്ടെ, യേശുവിന്റെ കൂടെ മരിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. ക്രൂശിലെ കള്ളന് അതിന്റെ ആവശ്യമുണ്ടായില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിന് മാത്രമല്ല, എന്റെ അറിവ് ശരിയെങ്കിൽ 1921 മുൻപ് റോമൻ കത്തോലിക്കലുള്ള സ്നാനം മുഴുവൻ സ്നാനമായിരുന്നു എന്ന് ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. കാലഘട്ടം എനിക്ക് അത്ര വ്യക്തമല്ല, അതുകൊണ്ട് അറിവെന്ന് ഞാൻ പറഞ്ഞത്. അതിന് തെളിവുണ്ട്. ഡോക്ടർ യുഹാനോൻ മെത്രോപൊലിത്ത എഴുതിയ എ സ്റ്റഡി ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പേജ് നമ്പർ 163 എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടണം. സുറിയാനി സഭാചരിത്രം വോളിയം 1 പേജ് നമ്പർ 163 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്നാനം കൊടുക്കാവൂ. യാക്കോബ് തൃതീയൻ പാത്രിയാർക്കിസ് ബാബ എഴുതിയിരിക്കുന്ന സ്നാനത്തിന്റെ പഠനം എന്ന പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം കേൾക്ക്. വചന തെളിവില്ലാത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മാനുഷിക മതത്തിന്റെ പഠിപ്പിക്കലാണ് തളുപ്പ് സ്നാനവും ശിശുസ്നാനവും. ആവർത്തിക്കുന്നു, വചന തെളിവില്ലാത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മാനുഷിക മതത്തിന്റെ പഠിപ്പിക്കലാണ് തളുപ്പ് സ്നാനവും ശിശുസ്നാനവും. ഹൂദായി കാനോൻ അധ്യായം 17 അതിലെഴുതിയിരിക്കുന്നത്, സ്ത്രീകൾ സ്നാനത്തിന് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആഭരണങ്ങൾ ഊരി കരയിൽ വെക്കേണ്ടതാകുന്നു. ഇത് ഞങ്ങളാരും എഴുതി ഉണ്ടാക്കിയതല്ല. ചരിത്രത്തിന്റെ താളുകൾ കിടക്കുന്നു സ്നാനത്തെ കുറിച്ച്. അങ്ങനെ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിന്റെ ആത്മാവിലും. ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ സിനിമ സീരിയലിനെ കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിലെ അഴിഞ്ഞാട്ടങ്ങളുടെ പുറകെ പോകാതെ, മീൻസ് 2 പത്രോസ് 2-ാം അധ്യായം 14-ാമത് വാക്യം, അവർ വ്യഭിചാരണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിന് അഭ്യാസം തികഞ്ഞവരുമായ ശാപയോഗ്യന്മാർ എന്ന പുസ്തകം ആണയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിവെച്ച്, ലോകത്തിലെ പാപം മാറ്റിവെച്ച് വേർപെട്ട് വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഒരു ഭക്തൻ മരിച്ചാൽ എവിടെ പോകും? മറുപടി, നേരെ പോകുന്നത് പർദീസയിലേക്കാണ്. പർദീസ എന്ന് പറഞ്ഞ 2-ാം സ്വർഗമാണ്. 3 സ്വർഗങ്ങൾ ഇന്നലെ ഓർപ്പിച്ചല്ലോ. 1-ാം സ്വർഗം എന്ന് പറഞ്ഞ ലൂസിഫറും സൈന്യവും താവളം ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലം. അതാണ് യേശുദാസ് സാറ് പണ്ട് പാടിയത്, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ആരെക്കുറിച്ച് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ആ പിശാചിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പാടിയത് ലൂസിഫറിനെ കുറിച്ചാണ്. തെളിവ്, ബൈബിൾ പറയുന്ന ദൈവം വസിക്കുന്നത് 3-ാം സ്വർഗത്തിലാണ്. ആകാശങ്ങളിൽ വസിക്കുന്നത് ലൂസിഫറും അവന്റെ സൈന്യമാണ്. 2-ാം സ്വർഗം എന്നറിയപ്പെടുന്ന 2-ാമത്തെ തലം പർദീസ, അബ്രഹാം പിതാവിന്റെ മടിത്തട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം. 3-ാം സ്ഥലത്താണ് ദൈവത്തിന്റെ സിംഹാസനം. പെട്ടെന്ന് ക്രോഡീകരിച്ചെന്ന് പറയാനേ ഇന്ന് രാത്രി സമയമുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഒരു ഭക്തൻ മരിച്ചാൽ അടക്കം പ്രശ്നമല്ല. അടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളത്തിലൊഴുക്കുകയോ കത്തിക്കുകയോ മണ്ണിട്ട് മൂടുകയോ. ഇവിടുത്തെ കഴുകന്, ചില രാജ്യങ്ങളിൽ കഴുകന് കൊത്തിപ്പറിക്കാൻ ഉയർന്ന പർവ്വതത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ആചാരം അതാണ്. അതൊന്നും പ്രശ്നമല്ല, അടക്കം പ്രശ്നമേ അല്ല. കോവിഡ് വന്നപ്പോൾ എത്ര ആളുകൾ ഇവിടെ കത്തിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മാവ് ചെല്ലുന്നത് പർദീസം എന്ന സ്ഥലത്താണ്. ഹല്ലേലൂയ. വാഴയിൽ നിന്ന് കൊല വെട്ടിയതിന് ശേഷം ആരും യൂറിയ ഇടാറില്ല. വാഴയുടെ ചുവട്ടിൽ കൊല വെട്ടിയതിന് ശേഷം അതിന്റെ ചുവട്ടിൽ ആരും വളം ചെയ്യാറില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ബൈജു ബാലകൃഷ്ണൻ വെറും മണ്ണ് മാത്രമാണ്. കത്തിക്കുകയോ സ്തോത്രം ചെയ്യുന്നു, മണ്ണിന് വളമാക്കുകയോ നരഭോജികൾ പറിച്ചു കയറി തിന്നുകയോ, നോ പ്രോബ്ലം. ഒന്നറിയണം, ബൈജു ബാലകൃഷ്ണൻ എന്ന വ്യക്തി ഈ ശരീരം എന്ന ഉടുപ്പ് ഇവിടെ ഇട്ടേച്ച് പോകുന്നത് പർദീസ എന്ന വിശ്രമ സ്ഥലത്തേക്കാണ്. പ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമ പുതിയ വിശ്വാസികൾ, കോടാനുകോടി ഭക്തന്മാർ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷം ആ കാലഘട്ടമൊക്കെ ഞാൻ പറഞ്ഞു വരും, വേഗം പറഞ്ഞു വരും.
ന്യായാസനം എന്ന കോടതിയുടെ മുമ്പിൽ വിസ്തരിച്ച് 5 ടൈപ്പ് കിരീടങ്ങളുണ്ട്. 1 നീതിയുടെ കിരീടം, 2 വാടാത്ത കിരീടം, 3 ജീവന്റെ കിരീടം, 4 തേജസ്സിന്റെ കിരീടം, 5 പ്രശംസാ കിരീടം. അവരവരുടെ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിച്ചുവോ അതിനനുസരിച്ചുള്ള കിരീടവും മുത്തുകളും മേടിച്ചുകൊണ്ട് കണ്ണുനീരില്ലാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു പുസ്തകമുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വ്യക്തം. ആ പുസ്തകത്തിൽ പേരുണ്ട് എന്ന കാരണത്താൽ ആ ജീവന്റെ പുസ്തകം എന്ന പുസ്തകത്തിൽ പേര് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് പറയാം. ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്യുന്നവരാണ് ദൈവദാസന്മാർ. പോയ പല ആളുകളുടെ ഇരിപ്പുണ്ട്. എമിഗ്രേഷൻ ക്ലിയറൻസ് എന്നൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. 2 എംബസികൾ തമ്മിലുള്ള കണക്ഷനാണ് എമിഗ്രേഷൻ. ഇവിടെ നിന്ന് എയർപോർട്ടിനകത്തുള്ള എയർ ഇന്ത്യയുടെ എക്സ്പ്രസിലെ മാനേജറെ സ്വാധീനിച്ച് എനിക്ക് വേണമെങ്കിൽ ദുബായിൽ ഇറങ്ങാം, അമേരിക്ക US ഇറങ്ങാം. പക്ഷേ അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവിടുത്തെ എമിഗ്രേഷൻ ക്ലിയറൻസ് അനുസരിച്ച് എംബസിയിൽ എന്റെ പേരുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടത്തെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് പോകാൻ അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഭൗമലോകത്തിൽ സ്വർഗലോകത്തിൽ പോകാൻ വേദപുസ്തകത്തിൽ കൂടെ യേശുക്രിസ്തു ഒരു നിയമാവധി പറഞ്ഞിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അഭിഷക്തന്മാർ ദൈവമക്കൾ ആ പുസ്തകത്തിൽ ഞാൻ ഉൾപ്പെടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നത്, ഞങ്ങൾ മരിച്ചാൽ എവിടെ പോകും ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ആത്മാവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യമുള്ള ഒരു യോഗമായിട്ട് ഇന്ന് രാത്രി യോഗം മാറും. ഇതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ചില വ്യക്തികൾ കണ്ണുനീരോടെ പറയും, എനിക്ക് നരകം വേണ്ട, സ്വർഗം മതി എന്ന് പറയും. അങ്ങനെയുള്ള മെസ്സേജിലേക്കാണ് പരിശുദ്ധാത്മാവ് രാത്രി നമ്മെ കൊണ്ടുപോകുന്നത്.